ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ വിക്രം ഇങ്ങനെ അവിടെ വിഷമിച്ച് വന്ന് നിൽക്കുമ്പോൾ അച്ഛൻ വിക്രത്തോട് വന്നിരിക്കാൻ പറഞ്ഞു. വിക്രവും വന്നിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ പെണ്ണുങ്ങൾ വിളമ്പുന്നു. അമ്മ വന്ന് അടുത്തിരുന്നു. അപ്പോൾ നന്ദിനിയോടും ശ്രീജയോടും ഇരുന്നോളാൻ കമല പറയുമ്പോൾ സാരമില്ലമ്മേ, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞു ശ്രീജ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് സാധാരണ മരുമക്കളെ ഇരുത്തേണ്ടതാണ് ഫുഡ് കഴിക്കുമ്പം. അപ്പം നന്ദിനി ഇരിക്കുന്നു, ഞാൻ മാറി തരാം എന്ന് വിനായകൻ പറഞ്ഞു. അന്നേരത്തേക്കും വേണ്ട, ഇന്നത്തെ തൽക്കാലം നീ തന്നെ അവിടെ ഇരിക്കാൻ വിനായകനോട് അച്ഛൻ പറഞ്ഞു. വിനായകനൊരു പേടി. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണെന്നും എല്ലാവരുടെയും മറുപടികൾ സത്യസന്ധമായിരിക്കണമെന്നുള്ള കാര്യവും അച്ഛൻ പറഞ്ഞപ്പോഴത്തേക്കും വിനായകൻ്റെ ഉള്ള ജീവൻ അങ്ങ് കത്തിക്കൊണ്ടിരിക്കുക. പേടിയായിട്ട് പാടില്ല. ഇപ്പം അമ്മയോട് അങ്ങനെ പറയുമെന്നുള്ളൂ. അപ്പോൾ നന്ദിനി ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ഭക്ഷണം കഴിഞ്ഞിട്ട് പോരെ മാഷേ എന്ന് ചോദിക്കുമ്പോൾ മതിയായിരുന്നു, പക്ഷേ ഇപ്പോഴാണല്ലോ ഒന്ന് സ്വസ്ഥമായി എല്ലാവരെയും നേരിൽ സംസാരിക്കാൻ കിട്ടുക എന്ന് അച്ഛൻ ഇങ്ങനെ പറയുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അത് അച്ഛൻ വിളിക്കാത്തത് കൊണ്ടല്ലേ അച്ഛാ, ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ റെഡിയല്ലേ എന്ന് വിശ്വൻ. അപ്പോൾ അത്രയും അനുസരണ അച്ചെടുക്കും. പിതൃസ്നേഹമുള്ള മക്കളാണ് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ചില കാര്യങ്ങൾ അറിയാൻ ഞാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നത് എന്ന് മാഷ് പറയുമ്പോൾ വിനായകനെ ഇങ്ങനെ നന്ദിനിയെ നോക്കുക കേട്ടോ. നന്ദിനി അന്നേരം വിനായകനെ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുവാണ്. അപ്പോൾ വിക്രമൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. വേദയുടെ പ്രവൃത്തിയിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ എന്ന് മാഷ് ചോദിച്ചു. അതറിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം എന്ന് മാഷ് പറയുകയും ചെയ്തു. അപ്പോൾ എല്ലാവരോടും അവരവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു. അപ്പോൾ നീയല്ലേ മൂത്ത മകൻ, നീ പറയാൻ പറഞ്ഞു. അവൾ ചെയ്തത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ വേദ ഇത് ചെയ്തത് വിക്രം ശ്രീനിവാസനുമായിട്ട് നടത്തുന്ന ബന്ധത്തിനെ പറ്റിയുള്ളതല്ലേ പ്രശ്നമായി നിൽക്കുന്നതെന്ന് വിനായകൻ ചോദിച്ചു. അപ്പോൾ ശ്രീജയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, വേദ ഈ വീട്ടിൽ കഴിഞ്ഞ 1 വർഷവും വിക്രമിനും ശ്രീനിവാസനുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടൊന്നും വേദ പോയിട്ടില്ലല്ലോ എന്ന് ശ്രീജ അന്നേരം പറയാം. അപ്പോൾ വേദ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് ശ്രീജ പറയുമ്പം അത് ശ്രീജയുടെ വെറും സ്വപ്നം മാത്രമാണെന്ന് നന്ദിനി അന്നേരം പറഞ്ഞു. ഒരു പുച്ഛഭാവത്തോടെ. അപ്പം അച്ഛൻ നന്ദിനി ഇങ്ങനെ നോക്കി. അതൊന്നും നിനക്ക് അങ്ങനെ തോന്നാനെന്ന് അച്ഛൻ നന്ദിനിയോട് ചോദിക്കുമ്പം എല്ലാവരും വിചാരിക്കുന്നത് പോലെ വേദയ്ക്ക് ഈ വീടിനോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു നന്ദിനി എന്ന് പറഞ്ഞ കമല അന്നേരം വിളിച്ചു. അപ്പോൾ കമല മിണ്ടാതിരിക്കുക, നന്ദിനി പറയട്ടെ എന്ന് സുധാകരൻ മാഷ് പറഞ്ഞു. ഉണ്ടായിരുന്നെങ്കിൽ അവളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ലായിരുന്നല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വേദ പോയതിൽ നന്ദിനിക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ അത് പറയാൻ പറഞ്ഞു. അപ്പോൾ നന്ദിനി ഒന്നും മിണ്ടുന്നില്ല. പറ നന്ദിനി, സന്തോഷമാണോ അല്ലയോ? കാര്യം നീ പറയാൻ പറഞ്ഞു. അപ്പം അത് പിന്നെ സത്യം പറയാമല്ലോ അച്ഛാ, എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് സന്തോഷം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും വളരെ നല്ലത് നന്ദിനി, നിനക്ക് തുറന്ന് പറയാനുള്ളത് നീ പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് അച്ഛൻ പറയാം. പിന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവളെ കുത്താൻ നോക്കിയിട്ടുമുണ്ട്. പക്ഷേ എനിക്കതിന് എൻ്റേതായ കാരണങ്ങളും ഉണ്ട്. എനിക്കങ്ങനെ അവളോട് വെറുപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നും നന്ദിനി പറയുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാം. ഞാൻ ശരിക്കും ഇവിടുത്തെ 2ാം തരം ആളായി മാറി അവളിവിടെ വന്നതിന് ശേഷം എനിക്കും ശ്രീജേച്ചിക്കും കിട്ടിയതിനേക്കാൾ പരിഗണന അമ്മ അവൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നന്ദിനി പറയാം. അപ്പോൾ ആണോ ശ്രീജയെ എന്ന് കമല ചോദിക്കുമ്പം എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ലാമേ എന്ന് പറഞ്ഞു. ശ്രീജേച്ചി അങ്ങനെ പറയും, സ്വന്തം തലയ്ക്ക് മീതെ വെള്ളം വന്നാലും ഉള്ളംകാലെന്ന് നനയുന്നതേ ഉള്ളൂ എന്ന് പറയും. എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിഞ്ഞുകൂടാ നന്ദിനി പറയുമ്പം എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെയാണ്. പിന്നെ വേദയുടെ കാര്യത്തിൽ അവളെല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നവളല്ലേ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണെന്ന് അമ്മ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അപ്പം ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ അമ്മയെന്ന് ചോദിച്ചു കേട്ടോ. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എത്ര തവണ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് നന്ദിനി ചോദിക്കാം. ഈ ശ്രീജേച്ചി എത്ര തവണ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മതി നിർത്തിക്കോളാൻ പറഞ്ഞു സുധാകരൻ മാഷ്. ഇനി അതിൻ്റെ പേരിൽ തർക്കിക്കാനൊന്നും നിൽക്കണ്ട. എനിക്ക് നന്ദിനി പറഞ്ഞതും മനസ്സിലായി. എങ്ങനെയോ നന്ദിനിയുടെ മനസ്സിൽ മറ്റുള്ളവർക്ക് വേദയോടാണ് കൂടുതൽ അടുപ്പം എന്നൊരു കോംപ്ലക്സ് കിടപ്പുണ്ട്. അതുകൊണ്ടുള്ള പ്രശ്നമാണ് നന്ദിനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, അല്ലാതെ വേദയോടുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ വേദ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള ആഗ്രഹമോ ഒന്നും അല്ലല്ലോ. അല്ല അച്ഛാ, എങ്കിൽ എന്തിനാണ് വേദയുടെ വീട്ടുകാരും കൂടെ ചേർന്ന് പല തവണ അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ നന്ദിനി ശ്രമിച്ചത് എന്ന് സുധാകരൻ മാഷ് ചോദിക്കുമ്പോൾ നന്ദിനി പെട്ടു. നന്ദിനിയുടെ പ്രവൃത്തിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രമൊക്കെ അന്തം വിട്ടിങ്ങനെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ വേദയുടെ സഹോദരനും അയാളുടെ ഭാര്യയുമായി ചേർന്ന് പല തവണ നന്ദിനിയും വിനായകനും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടില്ലേ എന്ന് സുധാകരൻ മാഷ് ഇവരോട് ചോദിച്ചു.
വല്ലതും പറയാനുണ്ടോ? എല്ലാവരും അന്തം വിട്ടിങ്ങനെ ഇവരെ നോക്കുക കേട്ടോ. പണി കിട്ടിയെന്ന് ഇവർക്ക് മനസ്സിലായി. വേദയുടെ ഏടത്തിയുടെ അച്ഛൻ്റെ കുറിക്കമ്പനിയിൽ വിശ്വനെ ചേർത്ത് അത് വിശ്വനെ എതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ എന്ന് സുധാകരൻ മാഷി ചോദിച്ചു. രണ്ടെണ്ണത്തിന് മിണ്ടാനില്ല. ദേ പിന്നെ ഞാൻ അന്വേഷിച്ച് ഞാനിതെല്ലാം കണ്ടെത്തിയെന്നും സുധാകരൻ മാഷ് പറയൂ. 2 കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിലെ ലക്ഷ്യം. ഒന്ന്, വിക്രമനെ കൂട്ടി ദേ രാവിലെ ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും പാപപരിഹാര കർമ്മം ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്തത്, അപ്പോഴത്തേക്കും വിനായകനിങ്ങനെ പേടിച്ച് പറിച്ചിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. എന്തേ ഇവനെയും ഇവളെയും അവിടെ വെച്ച് തന്നെ ആട്ടി ഇറക്കണം എന്നുള്ളതിനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നന്ദിനിയൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കും. പണിപ്പാളിയെന്ന് മനസ്സിലായിട്ട്. അപ്പോൾ വിശ്വനും ശ്രീജയൊക്കെ അത്ഭുതത്തോടെ നോക്കും. ഇത്രയും വലിയ ചതിയനും അതുപോലെ വഞ്ചകിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നതെന്ന്. അന്ന് രാത്രി നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാൻ ഇവനെ ഏൽപ്പിച്ചിട്ട് പോയില്ലായിരുന്നു. അന്നിവൻ എൻ്റെ കൂടെ ആയിരുന്നോ അല്ലയോ എന്ന് ചോദിച്ച് നോക്കാൻ പറയുക. അപ്പോൾ വിനായകൻ ഇനി അങ്ങോട്ട് വല്ലാണ്ടാക്കുക. രാത്രി തന്നെ ആട്ടി ഇറക്കിയതാ ഞാൻ ഇവനെ എന്നും സുധാകരൻ മാഷ് പറയുക കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരത്തിന് നന്ദിനിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അന്ന് എനിക്ക് അങ്ങനെ ഒരു അപകടം പറ്റി ബോധമില്ലാതെ കിടന്നതിന് പിന്നിലും ഇവൻ തന്നെയാണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ അച്ഛാ ഞാൻ മിണ്ടിപ്പോകരുത് നീ എന്ന് അച്ഛൻ പറഞ്ഞു. ഇത്രയും കാലം ഈ കുടുംബത്തിൽ ഞാനും വിക്രമനും ജീവിച്ചതേ പരസ്പരം അപരിചിതരായ 2 പേരെ പോലെ ആയിരുന്നില്ലടാ എന്ന് അച്ഛൻ ഇവനോട് ചോദിച്ചു. ഒന്നും മിണ്ടാനില്ല. അതിന് കാരണക്കാരൻ ദേ ഇവൻ ഒറ്റ ഒരുത്തനാണെന്ന് പറഞ്ഞ് നിനക്കറിയോ കമലയെന്ന് ചോദിച്ചു. സകല സത്യങ്ങളും കമലയോടിരുന്നങ്ങ് അച്ഛൻ പറഞ്ഞില്ലേ. കുറ്റബോധത്തിൻ്റെ നേരെ കാണുകയെങ്കിലും നിന്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും ദുഷ്ടനാവില്ലായിരുന്നു. അത് നിന്റെ ഉള്ളിലില്ല. ആരെ ഏത് സമയത്തും വഞ്ചിക്കാൻ കഴിയുന്നവനാണ് നീ എന്ന് വിനായകനോട് അച്ഛൻ പറയുന്നത്. അപ്പോഴത്തേക്കും വിനായകൻ ഇരുന്ന് കരയുക. അപ്പം എന്താ മാഷേ കാര്യം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്ന് നടന്ന ആ കൊടും ചതിയെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ സുധാകരൻ മാഷു പറയുവാണ്. ആ മയക്കുമരുന്ന് അച്ഛൻ്റെ ബാഗിൽ വെച്ചത് ഇവനാണെന്നും വിക്രം ഏറ്റെടുത്ത് എന്നെ രക്ഷിക്കുകയായിരുന്നു എന്നുള്ള എല്ലാ സത്യങ്ങളും അത് കേട്ട് തീർന്നില്ല. കൊടുത്ത് വിനായകൻ്റെ ചെവിക്കല്ല് തീർത്തിട്ട് നമ്മുടെ വിശ്വൻ ഒരെണ്ണം. ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരെണ്ണം. അങ്ങനെ വിനായകൻ്റെ ചീട്ട് നമ്മുടെ സുധാകരൻ മാഷ് ഇങ്ങനെ കീറി അങ്ങ് വിട്ടു. വിനായകൻ അടിയും മേടിച്ച് ചെവിയും പൊത്തിപ്പിടിച്ചിരിക്കുക. ഇതിലും ഭേദം നിനക്ക് ചത്തൂടായിരുന്നോടാ എന്ന് വിനായകനോട് വിശ്വൻ ചോദിക്കുക. നന്ദിനി നിന്ന് അങ്ങ് കരച്ചിലും തുടങ്ങി. സുധാകരൻ മാഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുക കേട്ടോ. ശരിയാ വിക്രം ശ്രീനിവാസന്റെ കൂട്ടത്തിൽ പെട്ടുപോയതാണെന്നുള്ള കാര്യം സുധാകരൻ മാഷ് പറഞ്ഞു. പക്ഷേ ദേ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതിൻ്റെ മൂലകാരണം നീയാടാന്ന് സുധാകരൻ മാഷ് വിനായകനോട് പറയുന്നു. വിക്രമൊക്കെ ഇരുന്ന് ഭയങ്കര കരച്ചിലാട്ടോ. ദേ ഇത്രയൊക്കെ ഇട്ട് വിക്രമനെ നീ പരമാവധി ഉപദ്രവിച്ചില്ലേടാന്ന് ചോദിച്ചു. ദേ നിന്റെ ഭാര്യയായിട്ട് വേദ ഉപദ്രവിച്ചില്ലേടാന്ന് ചോദിച്ചു. 2 എണ്ണത്തിന് വില മിണ്ടാനുണ്ടോ? ഒന്നും മിണ്ടാനില്ല. അങ്ങനെ എല്ലാം നമ്മുടെ അച്ഛൻ അവിടെ വെളിപ്പെടുത്തി. വിക്രം വേദ ഈ 2 വ്യക്തികളെ നെഞ്ചോട് ചേർക്കുക. എന്നിട്ട് ചാടി എഴുന്നിട്ട് മതി, ഇനി ഈ വീട്ടിൽ നിങ്ങൾ കഴിഞ്ഞതും മതിയെന്ന് അച്ഛൻ പറഞ്ഞു. എഴുന്നേക്കടാന്ന് പറഞ്ഞു. 2നെ അച്ഛൻ ഇവിടുന്ന് അടിച്ചിറക്കാൻ നോക്കുക. അച്ഛൻ എഴുന്നേക്കടാന്ന് പറഞ്ഞു. എൻ്റെ കഴിഞ്ഞൊന്നും അടിക്കുന്നില്ല, നിന്നെ തല്ലി, നിന്നെ തൊട്ടുപോലും ഇറങ്ങടാന്ന് പറഞ്ഞു. അങ്ങനെ 2 എണ്ണത്തിനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനുള്ള പരിപാടി അച്ഛൻ ഒപ്പിക്കുക. അപ്പം അച്ഛാന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ മിണ്ടിപ്പോകരുത്, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് സുധാകരൻ മാഷ് വിനായകനോട് പറഞ്ഞു. 2നോടും കൂടി ഞാൻ പറയുന്നത് ഇറങ്ങി പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞു. 2നെയും കൂടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കും. അങ്ങനെ 2നെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അന്നേരം കമല ഇതൊക്കെ കണ്ട് ശ്വാസം നിലച്ച പോലെ അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നു. വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് കരയുക. ശ്രീജയും വിശ്വനും ഇത് കണ്ട് ചങ്ക് പൊട്ടി നിൽക്കുക. മകനെ കെട്ടിപ്പിടിച്ച് 1000 ഉമ്മയൊക്കെ കൊടുത്തു. ഈ സമയത്ത് മുറിയിൽ പോയിരുന്നു ഒരു നാണോ മാനോ ഇല്ലാണ്ട് 2 എണ്ണം കൂടി ഇരുന്ന് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കരയുക. ഈ രാത്രി തന്നെ കഴുത്തിനെ പിടിച്ച് പുറത്ത് തള്ളാഞ്ഞത് ഭാഗ്യം, ഇതിപ്പോൾ രാവിലെ വരെയെങ്കിലും സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി ഇരിക്കുക കേട്ടോ. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത എന്ന് നന്ദിനി ചോദിക്കുമ്പം, എടി ഞാൻ എന്നാ പറയാനാ, എനിക്ക് എന്നാ പറയാൻ പറ്റും, എല്ലാം വരുത്തി വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുവാന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി. അപ്പം ഞാൻ മാത്രമാണോ എടി എല്ലാം വരുത്തി വെച്ചത്, നീ ഒന്നും ചെയ്തിട്ടില്ലേടി, അപ്പം ഞാനെന്തോ നീ ഇതെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ആഹാ എടി ആ ഭേദമൊക്കെ അന്ന് മുതൽ നീ സ്വയം കൊടുത്തിട്ടുണ്ടോ എടി? ഓ പക മുഴുവൻ അച്ഛൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടൊന്നും അല്ലല്ലോ അച്ഛൻ ഇറങ്ങിപ്പോകാൻ പോയത്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ലേ. നിങ്ങൾ എന്നിൽ നിന്ന് പോലും എല്ലാം മറച്ചു വെച്ചില്ലേ? അന്ന് സുധീന്ദ്രൻ വെച്ചിട്ടല്ലേ നിങ്ങൾ എന്നോട് പോലും സത്യം തുറന്നു പറഞ്ഞത്? അതുവരെ നിങ്ങളത് ഒളിപ്പിച്ച് വെക്കുകയല്ലേ ചെയ്തിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിന്നോട് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാ, പറഞ്ഞിരുന്നെങ്കിലേ ഇതിന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞു വിനായകൻ. എന്നിട്ടെന്താ ഇപ്പം ഇറങ്ങേണ്ടി വരുന്നത് ഞാൻ കാരണമാണോ? അല്ലല്ലോ,
ഒരു പരിധി വരെ നീ അതിന് കാരണം തന്നെയാണെന്ന് വിനായകൻ പറയും. എന്നെ ചുമ്മാ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നാളെ ഇവിടുന്ന് പോയാൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറഞ്ഞപ്പോൾ നാളെ ഇവിടുന്ന് പുറത്തിറങ്ങി പെട്ടെന്നൊരു വീടൊന്നും കിട്ടാൻ പോകുന്നില്ല, അച്ഛനോട് പിണങ്ങിയിട്ട് ഈ നാട്ടിൽ വാടകയ്ക്ക് താമസിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം എന്നാ ചെയ്യുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ ചോദിക്കത്തില്ലേ, നമ്മൾ എന്തായാലും അതിന് മറുപടി കൊടുക്കേണ്ടി വരത്തില്ലേ. എന്തെങ്കിലും നുണ പറയാമെന്ന് വെച്ചാൽ അച്ഛൻ്റെ സ്വഭാവം വെച്ചിട്ട് അതറിഞ്ഞാലോ സത്യം വെളിയിൽ വരികയും ചെയ്യും, നമ്മൾ നാട്ടിലും മാറും. പിന്നെ നമ്മളിപ്പോൾ എന്നാ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. ഹോട്ടലിൽ അങ്ങനെ താമസിക്കുമോ അതോ എത്ര നാൾ നമ്മൾ താമസിക്കും, നമുക്കേ നിൻ്റെ വീട്ടിലോട്ട് പോയാലോ എന്ന് വിനായകൻ. അതും പറഞ്ഞുകൊണ്ട് ചെല്ല്, ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് അങ്ങോട്ട് ചെന്നതെന്ന് അറിഞ്ഞാലേ അമ്മ ചൂലും കെട്ടെടുത്ത് നമ്മൾ അടിച്ചിറക്കും, നിങ്ങളെക്കാളും മതിപ്പുണ്ട് നിങ്ങളുടെ അച്ഛന് എൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറഞ്ഞു. എല്ലാം വരുത്തി വെച്ചല്ലേ, നിങ്ങൾ തന്നെ ആലോചിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ കുടുംബത്തിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് രണ്ടും കൂടി ഇരിക്കാം. അങ്ങനെ വിനായകനും നന്ദിനിയും കൂടി പുറത്തിറങ്ങാൻ മടിച്ച് ഇനി ഇവിടുന്ന് പോകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. എൻ്റെ പൊന്നു ഭാര്യ ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിനെന്ത് പരിഹാരമാണ്, കാല് പിടിക്കുക അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് അച്ഛൻ്റെ കാല് പിടിക്കാനും കൂടി ചെന്നേച്ചാൽ മതി, എടുത്ത് നിലത്തടിച്ച് കളയും അച്ഛൻ. ഒരടിയൊക്കെ കൊള്ളാനേ അങ്ങോട്ട് തയ്യാറാവണമെന്ന് പറഞ്ഞു. നീ നടക്കുന്ന കാര്യമില്ല പറയടിയെന്ന് പറഞ്ഞു ഈശ്വരൻ. അന്നേരം വേണ്ട വിധത്തിൽ കാല് പിടിച്ചാൽ അത് നടക്കുമെന്ന് നന്ദിനി. അതെനിക്ക് മനസ്സിലായതേ അച്ഛൻ്റെ തന്നെ ഒരു വാചകത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ഏത് വാചകത്തിൽ നിന്ന്? അച്ഛൻ ഈ വീട്ടിലെത്തിയിട്ടും 2-3 ദിവസം വെയിറ്റ് ചെയ്തത് എന്തിനാണെന്ന് അച്ഛൻ പറഞ്ഞത്? നിങ്ങളായിട്ട് ചെന്ന് കാല് പിടിക്കുമെന്ന് കരുതിയിട്ടാണെന്നല്ലേ? അപ്പോൾ കുറ്റബോധം കൊണ്ട് നിങ്ങൾ കാല് പിടിച്ചാൽ അച്ഛൻ അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആണോ എന്ന് പറഞ്ഞ് വിനായകൻ ഇരിക്കാം. ആ ഒരു സാധ്യത ഒരു തവണ ഒന്ന് ശ്രമിച്ച് നോക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പക്ഷെ അത് വൈകിപ്പോയെന്നല്ലേ അച്ഛൻ പറഞ്ഞതിൻ്റെ സാരം. ഇനി അതിന് അച്ഛൻ സമ്മതിക്കുമോ എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ അതെങ്ങനെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും കാര്യങ്ങളെന്ന് നന്ദിനി പറഞ്ഞു കൊടുത്തു. അതിലും വഴിപ്പെടുന്നില്ലെങ്കിലും മറ്റു വഴികൾ നമുക്ക് നോക്കണം. പിന്നെന്താ വഴി? പകരം ചോദിക്കണം. പകരമോ? ഇനിയിപ്പോൾ അതും സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു ആത്മഹത്യ ഭീഷണി അങ്ങ് ഇറക്കണം. ഇത്തിരി വീര്യം കുറഞ്ഞ വിഷം വല്ലതും വാങ്ങിച്ച് കഴിച്ച് നിങ്ങൾ 1-2 ദിവസം അങ്ങ് ആശുപത്രി കിടക്കാനൊക്കെ നന്ദിനി പറയുക. എത്ര പൊട്ടയായാലും പെറ്റ തള്ളയ്ക്കും മക്കൾ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്നൊക്കെ കേട്ടാലേ അത് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നന്ദിനി വിനായകന് വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്തായാലും ജീവിതാവസാനം വരെ നമ്മൾ ഇവിടെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ പല പല കാര്യങ്ങളിലായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാശുകൾ എങ്ങനെ എടുക്കും? നമ്മളിപ്പോൾ എന്ത് ചെയ്യും ജീവിക്കാൻ വേണ്ടി? അത് തന്നെയാണ് നിങ്ങളോട് ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത്. എന്തായാലും ഒന്ന് കാല് പിടിച്ചേക്ക്, അതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നേ, നാട്ടുകാരുടെ മുന്നിലൊന്നുമല്ല, സ്വന്തം തന്തയുടെ തലയുടെ മുന്നിലല്ലേ, കുഴപ്പമൊന്നും ഇല്ലെന്നേ, നിങ്ങൾ ചുമ്മാ കാല് പിടിക്കാൻ പറയുക. നമ്മൾ നാളെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നു, എന്താ തോറ്റാലും ജയിച്ചാലും ശ്രമിച്ചു നോക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി വിനായകനോട് പറയണം. വേണോടി എന്ന് ചോദിക്കാം എന്നും പറഞ്ഞു നന്ദിനിയുടെ ഒരു മൂളക്കത്തിൽ എന്നും പറഞ്ഞിരുന്ന് പോയി വിനായകനെ. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും മോനും കൂടി ആ മുറിയിൽ, അതായത് അവരുടെ അപ്പുറത്തെ റൂമിൽ, വിക്രത്തിൻ്റെ റൂമിൽ വന്നിരിക്കാം. അച്ഛൻ മോനെ വിളിച്ച് അടുത്തിരുത്തി ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നീ ഈ ചായ്പ് നിൻ്റെ മുറിയായി ഉപയോഗിക്കാൻ തുടങ്ങിയത് നീ ഓർക്കുന്നുണ്ടോ എന്ന് അച്ഛൻ മോനോട് ചോദിക്കുക കേട്ടോ. ഏതു പാതിരായ്ക്കും ഇറങ്ങിപ്പോകാനും കയറി വരാനും പറ്റിയൊരിടമായിരുന്നല്ലോ ഇത് എന്നായിരുന്നു എൻ്റെ വിചാരം എന്ന് അച്ഛൻ മോനോട് പറയുമ്പോൾ സത്യത്തിൽ വീട്ടിനകത്ത് കിടന്നാൽ ഉറക്കം വരില്ല എന്ന് എനിക്കറിയായിരുന്നു അച്ഛാ. പിന്നെ അച്ഛനെ പരമാവധി ഒഴിവാക്കാനുള്ളൊരു വഴിയാണ് ഇതായിരുന്നു, അതാ നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ യഥാർത്ഥ കുറ്റവാളി എല്ലാവരുടെ ഇടയിൽ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുമ്പോഴാണ് നീ. അപ്പം അതൊക്കെ സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതല്ലേ അച്ഛാന്ന് ചോദിക്കുമ്പം സ്വന്തം കൂടപ്പുറപ്പിനെ ജയിലിൽ കയറ്റുന്നതാണോടാ സാഹചര്യം എന്ന് അച്ഛൻ മോനോട് ചോദിക്കാം. പോലീസ് വന്ന് പിടികൂടുമെന്ന് വിനയേട്ടനും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുമ്പം നീ ഇപ്പോഴും മോനെ സപ്പോർട്ട് ചെയ്താണോ സംസാരിക്കുന്നത് എന്ന് സുധാകരൻ മാഷി ചോദിച്ചു. വിക്രം നേരം വിഷമിച്ച് തല കുനിച്ച് ഇങ്ങനെ അച്ഛനെ നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.